Voice of Couture, bridging heritage and headlines. രാവണന്റെ ജനനം തന്നെ വളരെ ഒരു മോശമായ സാഹചര്യത്തിലാണ്. ഈ ഒരു ശാപകഥ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ രാവണന്റെ ജീവിതത്തിലേക്ക് പോവാൻ. പൊന്മാനായിട്ട് ചെന്ന് സീതയെ അപഹരിക്കാനുള്ള തന്ത്രം മെനയുന്നു. അപ്പൊ നമ്മൾ ഇത് അറിഞ്ഞിട്ട് വേണം അത് കേൾക്കാൻ. അപ്പൊ നമുക്ക് രാവണനോട് ദേഷ്യം തോന്നത്തില്ല. എന്നിട്ട് അവിടെ മരീചൻ ചെല്ലുന്നു. എന്നിട്ടോ ആദ്യമായിട്ട് ഈ രാവണനെ നേർക്ക് നേരെ കാണുകയാണ് ശ്രീരാമൻ. അപ്പം 10 തലയുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഉടനെ തന്നെ അദ്ദേഹം ഈ അമ്പ ചെയ്ത് ഈ 10 കിരീടവും കൊടയും തടയിടും. ഇത്ര കഴിവാണ്. ഈ 10 തല എന്ന് പറഞ്ഞ 10 കഴിവുകളാണ്. സാമഗാനം, രുദ്രവീണ, സാഹിത്യം, സംഗീതം എല്ലാം ഉണ്ട് അദ്ദേഹത്തിന്. രാവണൻ താഴെ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ കേട്ട് വരുമ്പോൾ ഒരല്പ ദുഃഖം ഉണ്ടാവും. എനിക്കുണ്ടായിട്ടുണ്ട്. നമസ്കാരം. വോയിസ് ഓഫ് കുറ്റൂരിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമായണ പൊരുൾ തേടിയുള്ള ഒരു യാത്രയിലാണല്ലോ നമ്മൾ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പരുമല ദേവസ്വം ബോർഡ് കോളേജിൽ നിന്ന് മലയാളം പ്രൊഫസറായി റിട്ടയർ ചെയ്ത ശ്രീമതി PR ലളിതമ്മയാണ്. നമ്മുടെയൊക്കെ മനസ്സിലുള്ള രാവണന്റെ ചിത്രം അതിഭീകരമാണ് അല്ലേ? എന്നാൽ രാവണൻ ഒരു തികഞ്ഞ രാമഭക്തനായിരുന്നുവെന്ന് എത്ര പേർക്കറിയാം? അങ്ങനെയെങ്കിൽ എന്തായിരുന്നു അതിന്റെ രഹസ്യം? അതൊക്കെ നമുക്ക് ലളിത ചേച്ചിയോടൊന്ന് ചോദിച്ചറിയാം. എന്താ നിങ്ങൾക്കറിയാമോ? രാമായണത്തിലെ പ്രതിനായകനായിരുന്ന രാവണൻ ഒരു പരമ രാമഭക്തനായിരുന്നു എന്ന വിവരം ചേച്ചി തന്നെ ഒരിക്കൽ എന്നോട് ഇത് പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഞാനും ഇത് അറിയുന്നത്. രാവണൻ ഒരു ശ്രീരാമ ഭക്തനായിരുന്നു. ചേച്ചിയിൽ നിന്ന് തന്നെ നമുക്ക് ആ കഥയൊന്ന് കേൾക്കാം. എന്താ? ഓക്കെ ചേച്ചി, നമസ്കാരം. നമസ്കാരം. ചേച്ചി ഒരിക്കൽ പറഞ്ഞിരുന്നല്ലോ രാവണൻ ഒരു ശ്രീരാമ ഭക്തനായിരുന്നു എന്ന്. സത്യത്തിൽ അത് കേട്ടപ്പോൾ എനിക്കൊരു പുതിയ അറിവായിരുന്നു. അതൊന്ന് ദേഷ്യം തോന്നിയില്ല. ഇതൊന്നും ഇതുവരെ മനസ്സിലായിട്ടില്ലല്ലോ എന്ന് തോന്നി. രാവണനെ പൂജിക്കുന്ന ചില ആളുകളെ കുറിച്ചും കേട്ടിരുന്നു. അപ്പൊ ഞാനിതെല്ലാം ഒന്ന് കൊറിലേറ്റ് ചെയ്തു. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ചുരുക്കി പറയാം. നമുക്ക് ഈ രാവണന്റെ കഥ പറയുന്നതിന് മുമ്പ് ഒരു ശാപകഥ പറയാനുണ്ട്. അതായത് ജയൻ, വിജയൻ എന്ന് 2 പേര് കേട്ട് കാണും നിങ്ങളൊക്കെ. അവര് ഈ ജയവിജയന്മാര്. അപ്പൊ അവര് വൈകുണ്ഠത്തിലെ ദ്വാരപാലകരായിരുന്നു. സനകാദി മുനികൾ അവിടെ എത്തി. അവരെ പക്ഷെ എന്തോ ഇവര് കടത്തി വിട്ടില്ല. മുനിമാരല്ലേ, സ്വാഭാവികമായിട്ടും കോപം പുറമെ ശാപം ഇങ്ങനെയായിരുന്നു: നിങ്ങള് 3 പ്രാവശ്യം അസുരന്മാരായിട്ട് ഭൂമിയിൽ നടക്കട്ടെ എന്ന്. 3 ജന്മങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കേട്ടു സങ്കടമായി ശാപമോക്ഷത്തിനിരുന്നു. ശാപമോക്ഷം കൊടുത്തത് അതിലേറെ വിചിത്രമായിട്ടാണ്. അതായത് ഈ 3 പ്രാവശ്യവും ഭഗവാന്റെ കൈകൾ കൊണ്ട് നിങ്ങൾക്ക് അന്ത്യം ഉണ്ടാവുകയും തിരിച്ച് 3ാമത്തെ പ്രാവശ്യം തിരിച്ച് ഇവിടെ വരാം എന്നുമായിരുന്നു. അപ്പൊ ചേച്ചി, ഈ ഭഗവാന്റെ കൈകൊണ്ട് മരിക്കണമെന്ന് പറയുമ്പോൾ ഇവരുടെ ജീവിതവും വഷളത്തരം നിറഞ്ഞതായിരിക്കണമല്ലോ? തീർച്ചയായിട്ടും. കാരണം ഭഗവാൻ കൊല്ലണമെങ്കിൽ മര്യാദയ്ക്ക് ജീവിക്കാതിരിക്കത്തില്ല. അതുകൊണ്ട് ആദ്യത്തെ ജന്മം ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു അറിയാലോ, പ്രഹ്ലാദന്റെ അങ്ങനെ പോയി. 2ാമത് കുംഭകർണനും ഈ രാവണനുമായിട്ടാണ് ജനിക്കുന്നത്. ഇനിയും ദന്തവക്ത്രൻ, ശിശുപാലൻ ശ്രീകൃഷ്ണന്റെ സമയത്ത് അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ശ്രീകൃഷ്ണൻ വധിക്കുന്നതോടെ അവര് വീണ്ടും ശാപമോക്ഷം കിട്ടും. ഈ ശാപം നമ്മുടെ മനസ്സിലിരിക്കണമെന്ന് ഞാൻ പറയാം ആദ്യമായിട്ട്. അത് കഴിഞ്ഞിട്ട് ഈ രാവണന് ജനിക്കുന്നു. ആ ജനിച്ച പശ്ചാത്തലമൊക്കെ നമുക്കറിയാവുന്നതാണ്. പുലസ്ത്യന്റെ അടുത്ത് ചെന്ന് മക്കളെ വേണമെന്ന് ആവശ്യപ്പെടുന്നതും അസ്തംഗത വേളയിലാണ്, ദാരുണ സമയത്താണ്. ഇപ്പോഴുണ്ടാകുന്ന മക്കൾ ശരിയാവത്തില്ല എന്ന് അച്ഛൻ പറയും. ഈ ഒരു ശാപകഥ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ രാവണന്റെ ജീവിതത്തിലേക്ക് പോവാൻ. വളരെ ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ കൈകസിയുടെ അടുത്ത് രാവണൻ വനത്തിലെ ശ്ലേഷ്മോദക അടവിയിലാണ് ഇവർ ജീവിക്കുന്നത്. ആ സമയത്താണ് ഈ കുബേരൻ പുഷ്പവിമാനത്തിൽ പോകുന്നത്. അപ്പോൾ അമ്മ പറയാണ്, കണ്ടോ തവ അഗ്രജൻ പോകുന്ന കോപ്പുന്നേ, ഇന്ന് നിനക്കും അവനും ഒരു മുനി തന്നെ പിതാവ്, പക്ഷെ എന്താ ഫലം എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോഴാണ് രാവണന്റെ സ്വത്വം അങ്ങ് വലുതാകുക, അങ്ങ് എഴുന്നേൽക്കുക, ചടകുടഞ്ഞ് എഴുന്നേൽക്കുക. എന്നിട്ട് പറയും, ഇന്ന് ഞാൻ അവനെക്കാട്ട് കേമനാകും. പക്ഷെ എങ്ങനെ? എന്തോ ഉണ്ട്, എനിക്ക് പിൻബലമില്ല, അധികാരമില്ല, പണമില്ല, ഒന്നുമില്ല. ആകെയുള്ളത് ഈശ്വരനാണ്. അങ്ങനെയാണ് ഇവര് തപസ്സിന് പോകുന്നത് അനുജന്മാരുമായിട്ട്. 4 പേരും കൂടെ പോകുന്നു. ഇവര് ശുശ്രൂഷ ചെയ്ത് ശൂർപ്പണഖയും കൂടെ ഉണ്ട്. തപസ്സിന്റെ ഘട്ടം ഘട്ടമായിട്ട് പടിപടിയായിട്ട് ശിരച്ഛേദം ചെയ്യുന്നതൊക്കെ നമുക്കറിയാം. എല്ലാം കഴിഞ്ഞ് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടും. എന്നിട്ട് വരം ചോദിക്കും. ഇവർക്ക് എന്തെല്ലാം വരം നേടാമായിരുന്നു. പക്ഷെ അവർ നേടിയത് എന്താണ്? ഒരാൾ പറഞ്ഞു, ഗന്ധർവ രക്ഷ, ഇവരാരും ഞാൻ മരിക്കാൻ കൊല്ലപ്പെടരുത്, മനുഷ്യരാൽ ഒഴിച്ച്. വേറൊരാൾക്ക് ഉറങ്ങാനാ വരം, വേറൊരാൾ ഭക്തനാവാൻ വരം. എന്തെല്ലാം നേടേണ്ടടുത്ത് ഈ പോക്ക് കാണുമ്പോഴേ നമുക്കറിയാം ഇത് ശരിയായ പോക്കല്ല. ആരിൽ നിന്നും ആണോ
തനിക്ക് ക്ഷതം ഉണ്ടാവരുത്, മരണം ഭവിക്കരുത് എന്ന് പറഞ്ഞ ദേവ, ദാനവ, യക്ഷ, ഗന്ധർവ, കിന്നര ഇവരെല്ലാം ആക്രമിക്കാനായിട്ട് തുടങ്ങി. ഇത് കണ്ടപ്പം കുബേരന് സങ്കടം. കുബേരനെ അവിടുന്ന് ഇറക്കുകയാണ്. ആദ്യം എവിടെ താമസിക്കണ്ടേ, ഇവിടെ വന്ന് കുബേരനെ ഇറക്കി. കുബേരൻ അങ്ങ് പോയി, പിന്നെ ശിവന്റെ അടുത്ത് പോയിരിക്കുക. കുബേരൻ പറയും, കുഞ്ഞെ നീ ഇങ്ങനെ മോശം ജീവിതം വേണ്ട, നീ നല്ലവനായിട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ ആ വന്നയാളിനെ വെട്ടി നുറുക്കുക, ദൂതനെ. എന്നിട്ട് നേരെ അവിടെ ചെന്ന് യുദ്ധം ചെയ്ത് ചേട്ടനെ മയക്കിയിട്ടിട്ട് പുഷ്പകവിമാനം തട്ടിയെടുത്തുകൊണ്ട് പോരുന്ന വഴിക്കാണ് ശിവന്റെ അടുത്ത് വന്ന് കൈലാസത്തിൽ വരുന്നതും അവിടെ വിമാനം ഉറച്ചു പോകുന്നു. അപ്പം നന്ദികേശൻ വരുന്നു, ഇവിടുന്ന് പോകാൻ പറയും. അന്നേരം പറയും, ഇത് എന്തുവാ, ശിവൻ നടനമാടുന്നിടമാണ്, ഇവിടെ ആരും വരാൻ പാടില്ല എന്ന് പറയും. ഏത് ശിവൻ, എവിടുത്തെ ശിവൻ, ഏത് കൈലാസം എന്നും പറഞ്ഞ് കൈലാസത്തിൻ്റെ അടിയിൽ കൈയിട്ട് പൊക്കുന്നു. അപ്പം ശിവന് പാർവതീദേവി ഇച്ചിരി ഒരു വഴക്കടിച്ച് മാറിയിരിക്കുകയായിരുന്നു. ഭൂമി കുലുങ്ങുന്ന പോലെ ആയപ്പം ഓടി വന്ന് ശിവനെ കെട്ടിപ്പിടിച്ച് ശിവന് സന്തോഷമായി. അപ്പം എന്ത് ചെയ്തു, ഈ കാലിൻ്റെ തള്ളവിരൽ കൊണ്ട് പതുക്കെ ഒന്ന് അമർത്തി ഈ കൈയിനകത്തിരിക്കുകയാണ്. അപ്പോഴത്തേനും ഭയങ്കര ശബ്ദം, 3 ലോകം കിടുങ്ങുന്ന ശബ്ദം രാവണനിൽ നിന്നുണ്ടാകുക. ഇത് കേട്ടു. പതുക്കെ അവിടെ അനങ്ങാൻ പോയില്ല ഭഗവാൻ ശിവൻ. അവിടെ കിടന്നു വർഷങ്ങൾ, കുറേ കാലം കഴിഞ്ഞു. മനസ്സിലായി താൻ ചെയ്യുന്നത് ചില്ലറക്കാരനോടല്ല എന്ന് മനസ്സിലായി. അവിടെ കിടന്ന് തൻ്റെ കൈകൾ രുദ്രവീണയാക്കി സാമഗാനം പാടിയെന്ന. അപ്പം ശിവനെ സ്തുതിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശിവന് സന്തോഷമായി. കാലയച്ചു. മുന്നേ കൊണ്ടുവന്നിട്ട് പറയുന്ന വാക്കുകളുണ്ട്, നിന്നെപ്പോലെ ഇത്ര ധീരനായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് അദ്ദേഹം ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട്, ചന്ദ്രഹാസം. എന്നിട്ട് പറയും, നിനക്ക് ഇതുവരെ ദശമുഖൻ എന്ന പേര്, നിന്റെ രാവന്തുതിയ നിന്റെ ശബ്ദം ഈ 3 ലോകങ്ങളിലും കേട്ടു, അതുകൊണ്ട് ഇന്നു മുതൽ നീ രാവണൻ എന്നറിയപ്പെടും. അപ്പം ഈ നാമകരണം ചെയ്ത് ഈ വാളും കൊടുത്തു. ത്രിമൂർത്തികളിൽ ഒരാളുടെ പിൻബലം കൂടായപ്പോൾ പിന്നെ നാശം തന്നെ വിതച്ചു. വേദവതി എന്ന് പറയുന്ന സ്ത്രീയെ, അതാണ് ഇതിനെ സീതയായിട്ട് പുനർജനിക്കുന്നത്, മുടിക്ക് പിടിച്ചതും മുടി അവര് ഉടൻ തന്നെ ആത്മാഹൂതി ചെയ്യുന്നത്. അങ്ങനെ കണ്ടു 19 പേരുടെ അനാരണ്യൻ, മരുത്തനോട് യുദ്ധം, ഇങ്ങനെ നടന്ന് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തു. 19 ശാപങ്ങളാണ് വാങ്ങിച്ചു കൂട്ടിയത്. എല്ലാം കഴിഞ്ഞു, സുഖമായിട്ട് ജീവിച്ചു. മണ്ഡോദരിയെ കല്യാണം കഴിച്ചു. വജ്രാല മഹാബലിയുടെ മകളെയാണ് കുംഭകർണൻ. വിഭീഷണൻ സരമയെ കല്യാണം കഴിച്ചു. വിദ്യുജിഹൻ എന്ന് പറയുന്ന ആളിനെ തൻ്റെ സഹോദരിക്ക്. വിഭീഷൺ ഇവർ ഇത് കൊടുത്തു, എല്ലാവർക്കും കൊടുത്തപ്പം വിഭീഷണനോട് ചോദിക്കും വരം. അന്നേരം വിഭീഷണൻ പറയും, അത് നമുക്ക് ദീർഘവീക്ഷണത്തോടെ ഉള്ള ഒരു ഏർപ്പാടാണ്. എനിക്ക് ഭക്തി മതി, എനിക്ക് ഈശ്വരനെ സ്മരിച്ച് ജീവിക്കണം. കാരണം പിന്നീട് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് കുംഭകർണനും വിഭീഷണനും ഹിതോപദേശം നടത്തും. അപ്പൊ കുംഭകർണൻ രണ്ടുപേരും ഒരുപോലെ പറയുന്നത്. പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് കുംഭകർണൻ ഇദ്ദേഹത്തിന് ഐക്യം പ്രഖ്യാപിക്കും. പക്ഷേ വിഭീഷണൻ അവിടെ നിന്നും പോവുകയാണ്, രാമന്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പൊ കൂറുമാറ്റം അവിടെ നടക്കുന്നത്. അപ്പൊ പറയുന്നുണ്ട്, കൂറുമാറി പോകുമ്പോ ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ, അല്ലാന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കുബേരനെ പോലെ അങ്ങ് അളകാപുരി പാകമായിരുന്നു. അത് പോകാതെ ഇങ്ങോട്ട് പോയി. അപ്പൊ രാവണൻ പറയുന്നുണ്ട്, നീ പോയി രാമന്റെ അടുത്തേക്ക്. അത് രാവണന്റെ ദീർഘവീക്ഷണമാണ്. കാരണം ആശരവംശം, രാക്ഷസവംശം നിലനിൽക്കണം. അത് നിലനിൽക്കണമെങ്കിൽ രാവണനും കുംഭകർണനും ജയവിജയന്മാർ തിരിച്ചു പോകും. പിന്നെ അവിടെ വേണ്ടത് വിഭീഷണനെയാണ്. അപ്പൊ വിഭീഷണൻ ഇവിടെ ഭക്തനായതുകൊണ്ട്, രാമഭക്തനായതുകൊണ്ട് ശ്രീരാമൻ ഏറ്റെടുക്കും. നേരെ മറിച്ച് ഇവിടാണ് വിഭീഷണൻ നിൽക്കുന്നതെങ്കിൽ, യുദ്ധം നടക്കുകയാണെങ്കിൽ വിഭീഷണനും കൊല്ലപ്പെടും, രാക്ഷസവംശം ഇല്ലാതാവും, പിന്നെ തലമുറയില്ല. അതുകൊണ്ട് നീ രാമന്റെ അടുത്ത് പോകുമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിടുകയാണ്. ഇനി ആരെ ജയിച്ചു? ഇപ്പം ബാലിയെ ജയിച്ചു. ശരിക്കും കിഷ്കിന്ധ രാമനുള്ളതാണ്. പക്ഷെ രാമൻ അത് ബാലിക്ക് തന്നെ കൊടുക്കുന്നു. ഇവിടെയും ജയിച്ചു കഴിഞ്ഞാൽ രാമൻ ലങ്കയുടെ അധിപതിയാകത്തില്ല, വിഭീഷണന് കൊടുക്കും. അതുകൊണ്ടാണ് വിഭീഷണൻ ഇങ്ങനെ ഒരു നല്ലവനായി തീർന്നത്. അത് കഴിഞ്ഞിട്ട് അത് അങ്ങനെ വരുമ്പോഴാണ് പെട്ടെന്നൊരു ടേണിംഗ് പോയിന്റ് വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ശൂർപ്പണഖ വൃത്താന്തമാണ്. നേടേണ്ടതെല്ലാം നേടി മക്കളെ നന്നായിട്ട് രാജ്യം ഭരിച്ചു. ഒരാൾക്ക് ഒരു ലങ്കയുടെ ആ വർണ്ണനയൊക്കെ കേൾക്കണം, അത്ര ഗംഭീരമാണ്. രാജ്യം അങ്ങനെ ആക്കി. ഒരു പ്രജയ്ക്കും അദ്ദേഹം ഒരു സങ്കടം കൊടുത്തില്ല. അങ്ങനെ നന്നായിട്ട് അദ്ദേഹം രാജ്യം നേടി. സുഖങ്ങളെല്ലാം ഇഷ്ടമുള്ളത് എവിടുന്നാണോ, ശ്രീജിതനാണ്. ഐശ്വര്യമുള്ളത് എന്ത് ഉണ്ടെങ്കിലും അത് തൻ്റെ ഈടുവെപ്പിലേക്ക് മാറ്റി. അങ്ങനെ എല്ലാം അനുഭവിച്ചതിന് ശേഷം ഇരിക്കുമ്പോഴാണ് ഈ ശൂർപ്പണഖ വൃത്താന്തം. ശൂർപ്പണഖ
വന്ന് കുജനാസികളെല്ലാം പോയിട്ട് അലറി വന്ന് രാവണന്റെ മുമ്പിൽ പറയുന്നത് സീതയുടെ വർണ്ണനയാണ്. അവളെ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾക്ക് കഷ്ടപ്പെട്ടു എന്നാ, അല്ലാണ്ട് രാമന്റെ അതല്ലല്ലോ പറയുന്നത്. ഇതെല്ലാം കേട്ടെന്നിട്ട് പറഞ്ഞു 13 ഇത്രയും പടയും 14,000 പേരെയും ഇവര് കൊന്നു എന്ന്. രാവണന് അവിടെ പ്രതികരിക്കുന്നില്ല. ഇത് കേട്ട രാവണൻ നേരെ തൻ്റെ ഉറക്കറയിൽ കയറി. എന്നിട്ട് ചിന്തിക്കുകയാണ്, ഇത്രയും പേരെ 14,000 പേരെ 3.25 നാഴിക കൊണ്ട് കൊന്നിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യനല്ല, നൂനം മനുഷ്യനല്ല, എന്നെ കൊല്ലാൻ വന്ന ഭഗവാനാണ്. എനിക്ക് വൈകുണ്ഠരാജ്യം പ്രാപിക്കാൻ സമയമായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അമ്പുകൊണ്ട്, കൂർത്ത അമ്പുകൊണ്ട്, നിശിത ബാണങ്ങളെ കൊണ്ട് മാറു വളർന്ന് എനിക്ക് മരിക്കണം. ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം, പക്ഷെ എന്താണ് മാർഗം? വിദ്വേഷ ബുദ്ധിയ, ഭക്തി കൊണ്ട് എന്നിൽ അങ്ങേര് പ്രസാദിക്കത്തില്ല ഭഗവാൻ. അദ്ദേഹത്തിനെ ചൊടിപ്പിക്കണം, ദേഷ്യം വരണം, എങ്കിലേ എന്നെ വധിക്കത്തുള്ളൂ, കൊല്ലത്തുള്ളൂ എന്നൊരു തീരുമാനത്തിലെത്തുക. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അത് കഴിയുമ്പം ഇനിയും എന്താ മാർഗം? ഇദ്ദേഹം ഉറങ്ങി എഴുന്നേറ്റു. എന്നിട്ട് ആണ് മാരീചനെ വിളിക്കുന്നത്. പോകണം എന്ന് പോയി ചെന്ന് സീതയെ, പൊന്മാനായിട്ട് ചെന്ന് സീതയെ അപഹരിക്കാനുള്ള തന്ത്രം മെനയുന്നു. അപ്പം നമ്മൾ ഇത് അറിഞ്ഞിട്ട് വേണം അത് കേൾക്കാൻ. അപ്പം നമുക്ക് രാവണനോട് ദേഷ്യം തോന്നത്തില്ല. എന്നിട്ട് അവിടെ മാരീചൻ ചെല്ലുന്നു, രാവണൻ വരുന്നു, സീതയെ അപഹരിച്ചുകൊണ്ട് വരുന്നു. ഇവിടെ കൊണ്ടുവന്ന് അന്തപുരത്തിലല്ല വെക്കുന്നത്, ശിംശവ വൃക്ഷ ചുവട്ടിലാണ്. എന്നിട്ട് അവിടെ ഇരുത്തിയിരിക്കുക, തിരക്കി വരുന്നില്ല രാമൻ. ആ സമയത്ത് ഇദ്ദേഹം വീണ്ടും ഇങ്ങനെ ചിന്തയാണ്, എനിക്ക് സമയമായി മരിക്കാൻ, എന്തുകൊണ്ടാണ് വരാത്തത് എന്ന് വിചാരിച്ച് ഞാൻ ഈ രാമനെ ചിന്തിച്ച് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനെ പെട്ടെന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട സീതയെ ഞാൻ മോഷ്ടിച്ചുകൊണ്ട് വന്നത്. അതിനും ഒരു പരിഭവോടെ ഉടറി വന്നില്ലവൻ ആയുർവിനാശകാലം നമുക്കാകതം. അദ്ദേഹത്തിനെ കണ്ട് വേണം എനിക്ക് മരിക്കാൻ. അദ്ദേഹത്തിൻ്റെ ശകലിത ശരീരം, അദ്ദേഹത്തിൻ്റെ അമ്പുകൊണ്ട്, നല്ല മൂർച്ചയുള്ള അമ്പുകൊണ്ട് എൻ്റെ ദേഹം എനിക്ക് വെടിയണം, എന്നിട്ട് ആ വിഷ്ണുവാദം പോകണം. ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു രാവണൻ ഇത് ഇങ്ങനെ ചിന്തിച്ച് അദ്ദേഹം ഇരുന്നങ്ങ് ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ രാത്രിയിൽ അദ്ദേഹം ഒരു സ്വപ്നം കാണും. രാത്രിയിൽ കശ്ചിത് കവിവരൻ കാമരൂപാന്യതനായ ഒരു കവി, ഒരു കുരങ്ങൻ അവിടെ വരും. എന്നിട്ട് ഈ അശോകവനിയിൽ വന്ന് അശോകത്തിലിരുന്ന് താർമകളുടെ വൃത്താന്തമെല്ലാം അറിഞ്ഞ് അവിടെ ചെന്ന് പറയും. അവള് അടയാളവാക്യം കൊടുക്കും എന്നൊക്കെ സ്വപ്നം കാണുകയാണ്. അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അവന് ഗ്രഹിക്കും. അങ്ങനെ അവൻ വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് എനിക്ക് അവിടെ ചെല്ലണം. അപ്പോഴത്തേനും ഇദ്ദേഹം ഉണരും. എന്നിട്ട് പറയും, സ്വപ്നം ചിലർക്ക് ചില കാലം വെക്കും, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഉടനെയാണ് ശൃംഗാര വേഷത്തോടെ ഇദ്ദേഹം ഈ സീതയുടെ അടുത്തേക്ക് പോകുന്നു. അപ്പം നമ്മൾ കാണണം അത്. ഇവിടെ അശോകവനിയിൽ സീത ഉരസിജ ഉരുതൊടകളാൽ മറിച്ച് തലയൊക്കെ കാലിനടി വച്ചിരിക്കുന്നു. രാക്ഷസികൾ ചുറ്റും ഈ കുരിയിൽ പക്ഷിയെ മാതിരി വാനരൻ മണ്ടയില് തളിരിലകൾക്കിടയിൽ മറഞ്ഞിരിക്കുന്നു. അദ്ദേഹം വരുന്നു എന്തിനാണ്? എന്നേക്ക് വാങ്മയാസ്ത്രങ്ങളാൽ ഇവളെ കീറി മുറിക്കണം. സീതയെ വാങ്മയാസ്ത്രം കൊണ്ട് കീറി മുറിക്കണം. എന്നിട്ട് ഞാൻ ഈ പറയുന്ന വാക്കുകൾ അത് കേൾക്കും ആരാ? ഹനുമാൻ. എന്നിട്ട് ഇതെല്ലാം ചെന്ന് പറയും. ഇത് കേട്ടാൽ ഉടൻ തന്നെ ആളിവിടെ എത്തും. ആരാ? അതായത് എൻ്റെ ഈ ഭാഷ ഇത് കേൾക്കുന്ന ഉടനെ പെട്ടെന്ന് വരും. എന്തു പറഞ്ഞിട്ടാണ് ചെല്ലുന്നത്? അവിടെ ചെന്ന് സംസാരിക്കാൻ തുടങ്ങും. നമുക്കറിയാം, വേദവിത്താണ് രാവണൻ, വേദാന്തിയാണ്. ഇദ്ദേഹം പറയുന്ന ഓരോ വാക്കും, കീറി മുറിക്കാൻ പറയുന്ന, മോശമെന്ന് തോന്നുന്ന ഓരോ വാക്കും ദ്വയാർത്ഥ പ്രയോഗമാണ്. പറയുന്നുണ്ട്, നീ ഇവിടെ എല്ലാം ഉണ്ടെന്ന് ഭഗവാൻ, പക്ഷേ എങ്ങുമില്ല. നമുക്കാർക്കും ഭാഗ്യവതാമപി കണ്ടുകിട്ട ഭാഗ്യവാന്മാർക്ക് പോലും അങ്ങനെ കാണത്തില്ല. നീ നീ ആലിംഗനം ചെയ്യും എന്ന് പറയുന്നു നിനക്ക്, പക്ഷെ നിന്നിൽ ഒരാസക്തിയോ അവനില്ല. ഞാൻ നിഷ്കിഞ്ചനൻ, ദരിദ്രവാസിയാണ്, നിഷ്കമൻ, നിർമ്മമൻ, നിഷ്കിഞ്ചനൻ, ഇങ്ങനെ ഭഗവാൻ ചേരേണ്ട എല്ലാ വാക്കുകളും പ്രയോഗിക്കുകയാണ് അവിടെ നിന്ന് ശ്രീരാമനെ ഇങ്ങനെ മോശമായിട്ട് പറയാനായിട്ട്. അവന് കാട്ടാളത്തിലും നിന്നിലും അവനൊരു ഭേദവുമില്ല. ശോഭജനുവർ അവനിവര സുതനും അവന് ചണ്ടാളനും ബ്രാഹ്മണനും ഒരുപോലെയാണ്. ശ്വാക്കളും ഗോക്കളും പക്ഷിയും പട്ടിയും പശുവും അവന് ഒരുപോലെയാണ്. നീ അവനെ കാത്തിരുന്നത് മതി. ഇനിയും ഞാൻ നിന്നിൽ ത്വദ്ഗത മനസ്സനായ എൻ്റെ കൂടെ വരൂ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മൾ
ഈ രാവണനെ നമിച്ചു പോവുകയാണ്. ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് തലേ രാത്രിയിൽ ഇദ്ദേഹം സ്വപ്നം കാണുന്നതും ഇദ്ദേഹത്തിൻ്റെ വാങ്മയാസ്ത്രങ്ങളാൽ കീറി മുറിക്കണമെന്ന് പറയുന്നതും ആ അസ്ത്രങ്ങൾ തന്നെ മഹാവേദാന്തമായിട്ട് മാറുന്നതും കണ്ട് നമ്മൾ രാവണനെ നമിച്ചു പോകും, അദ്ദേഹത്തിൻ്റെ ഭക്തിയെ നമിച്ചു പോകും. എന്നിട്ട് ഇദ്ദേഹം തിരിച്ചു പോകും, ഹനുമാൻ തിരിച്ചു പോകും, കാര്യങ്ങളൊക്കെ പറയും. പിന്നെ നടക്കുന്ന ബഹളങ്ങളൊക്കെ ഒരുപാടുണ്ടല്ലോ, അക്ഷകുമാരനെ കൊല്ലുന്നതും ഒക്കെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഹനുമാൻ തിരിച്ചു പോകും, യുദ്ധമാകും. യുദ്ധത്തിനായിട്ട് കടൽ കടന്ന് എല്ലാവരും എത്തും. ആദ്യമായിട്ട് ഈ രാവണനെ നേർക്ക് നേരെ കാണുകയാണ് ശ്രീരാമൻ. അപ്പം 10 തലയുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഉടനെ തന്നെ അദ്ദേഹം ഈ അമ്പ ചെയ്ത് ഈ 10 കിരീടവും കൊടയും തടയിടും. പക്ഷെ ഈ രാവണൻ ഒന്നും ചെയ്യുന്നില്ല ആ സമയത്ത്. കാരണം അദ്ദേഹം കാണുന്നത് തന്നെ രക്ഷിക്കാൻ വന്ന ഭഗവാനാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം ഒന്നും കാണാതെ ഭയന്ന് ഈ ശ്രീരാമനെ നോക്കി നോക്കി ചരിച്ചീടനാൻ എന്നാ പറയുന്നത്. അദ്ദേഹത്തിനെ നോക്കി നോക്കി അങ്ങ് നടന്നു പോവുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഈ വില്ലാളി വീരൻ അമ്പ് പോലും ഒന്നും എടുക്കുന്നില്ല ആ സമയത്ത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് യുദ്ധം നടന്നു. ഒരുപാട് ഇവർ രാമരാവണ യുദ്ധം ഗംഭീരമായിട്ടാണ് നടക്കുന്നത്. നമുക്കറിയാം അവിടെ ഈ ശ്രീരാമൻ എവിടെ നിന്നെല്ലാമാണ് സഹായങ്ങൾ കിട്ടുന്നത്. മാതുലി തേരുമായിട്ട് വരുന്നു. പിന്നെ ഇവിടെ നാഗാസ്ത്രം ഇതെല്ലാരെയും മോഹിപ്പിക്കുമ്പോൾ ഗരുഡൻ വന്ന് നാഗാസ്ത്രം അഴിക്കുകയാണ്. എല്ലാരെയും വീണ്ടും ശവമാക്കി ഇടുമല്ലോ. ആ സമയത്ത് ഹനുമാൻ പോയി വിശല്യകാരനെ മൃതസഞ്ജീവന് കൊണ്ടിരുന്നു. സുഷേണൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ തന്നെ ഇവിടെ ഉണ്ട്. ഇതെല്ലാമായിട്ടും ലക്ഷ്മണൻ വീണ് കഴിഞ്ഞപ്പോൾ ശ്രീരാമൻ തളരുകയാണ്. എനിക്ക് എൻ്റെ കൈ വിൽപ്പിടി മുറുകുന്നില്ല, ഞാൻ താഴെ പോകാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞ് വിലപിക്കുന്നു. ഇവിടുന്ന് ആരും പോയിട്ടില്ല. കാരണം മൃതസഞ്ജീവന് വന്നതോടെ മുഴുവൻ ആളുകളും ജീവിച്ചു. മറ്റിടത്ത് ആരും ജീവിച്ചില്ല. കാരണം എല്ലാവരും അപ്പോഴപ്പോഴും കടലിലെറിയുകയായിരുന്നു. അതുകൊണ്ട് രാക്ഷസരൊന്നും പുനർജീവിച്ചു വന്നില്ല. ഇവിടെ ആരും നഷ്ടപ്പെട്ടുമില്ല. ഇത്രയുമായിട്ടും ശ്രീരാമൻ തളർന്നു. ആ സമയത്താണ് അഗസ്ത്യൻ തേരിൽ വരുന്നതും ആദിത്യ ഹൃദയ മന്ത്രവും ഉപദേശിക്കുന്നതും. ആ സമയത്താണ് മാതുലി പറയും, ഇനി ഭയങ്കര യുദ്ധമാണ്, മക്കളും തമ്പിമാരും മരുമക്കളും എല്ലാം പോയി രാവണൻ്റെ. എന്നിട്ടും അദ്ദേഹം വീറോടെ നിന്ന് യുദ്ധം ചെയ്തു എന്ന്. ആ ഭാഗം ഭയങ്കര ശിവഭക്തനാണ്. അത് വേറെ കഥയുണ്ട്, ശിവന് ഭക്തനായ കാര്യം. അതാണ് ഈ ഭഗവാന് കൊല്ലാൻ പറ്റാത്തത്. നോക്കുമ്പോൾ ശൈവ ചൈതന്യമാണ് കാണുന്നത് ആ രാവണന്. അങ്ങനെ അവസാനം മാതുലി പറയും, അങ്ങിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കരുത്, പൈതാമഹാസ്ത്രം പ്രയോഗിച്ചാട്ടെ എന്ന്. ആ സമയത്ത് പൈതാമഹാസ്ത്രം എടുത്ത് അത് പോകുന്ന പോക്കൊക്കെ അത് ഗംഭീരമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെ ചെന്ന് ഈ മാറിൽ തറച്ച് ഭൂമിയിൽ തറച്ച് കടലിൽ പോയി കഴുകി തിരിച്ചു വന്ന് തുണീരത്തിൽ വീഴും ഈ പൈതാമഹാസ്ത്രം. അന്നേരം മാമല പോലെ മറിഞ്ഞ് രാവണൻ താഴെ പോകുമ്പം സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ കേട്ട് വരുമ്പം ഒരല്പ ദുഃഖം ഉണ്ടാവും. എനിക്കുണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വിചാരിക്കും, ഇത് ഈ കുഞ്ഞിന് ഇത്ര കഴിവാണ്. 10 തല എന്ന് പറഞ്ഞ 10 കഴിവുകളാണ്. സാമഗാനം, രുദ്രവീണ, സാഹിത്യം, സംഗീതം എല്ലാം ഉണ്ട് അദ്ദേഹത്തിന്. ഒന്നാന്തരം നല്ല ശൃംഗാരമുണ്ട് അദ്ദേഹത്തിന്. നല്ല കമിതാവാണ്. ഇത് സ്ത്രീകളൊക്കെ ഭയങ്കര സ്നേഹമാണ് ഇദ്ദേഹത്തിനോട്. ഇത് ഒരു സൈഡിൽ നിന്ന് എല്ലാം നന്മയുള്ള കുറേ ഭാഗം, ചീത്തത്വം മാത്രമുള്ള വേറൊരു ഭാഗം. ഇങ്ങനെ 2 സൈഡും ഉണ്ട്. ഈ 2ാമത്തെ സൈഡ് വന്നത് ജീവിത പശ്ചാത്തലം കൊണ്ടുണ്ടായതാണ്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും, ഇതിനെ നേർവഴിയെ വളർത്തിയിരുന്നെങ്കിൽ, നേർവഴിക്ക് ജനിച്ചിരുന്നെങ്കിൽ ഇതൊരു അമൂല്യമായ മുതൽക്കൂട്ടാകുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു വെച്ചത്. ഇദ്ദേഹം രാമനെ കൊല്ലാനല്ല, രാമനിൽ നിന്നും വധിക്കപ്പെടാനായിട്ട് ജനിച്ചതാണ്. അതുകൊണ്ടാണ് മനുഷ്യർ മാത്രമേ എന്നെ കൊല്ലാവൂ എന്ന് പറഞ്ഞത്. കാരണം ഇവരാരും പിന്നെ കൊല്ലാൻ വരത്തില്ല. പിന്നെ മനുഷ്യൻ വരണമെങ്കിൽ വെറും ഒരു മനുഷ്യൻ വരത്തില്ല, ഭഗവാൻ അവതരിച്ചു വരണം. അതുകൊണ്ട് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു വരം ചോദിച്ചതും വാങ്ങിച്ചതും. അതുകൊണ്ട് രാവണനെ നമുക്ക് രാമഭക്തനായിട്ടും കൂടെ കാണാം. തന്നെയല്ല, ഈ രാമായണം വായിച്ചു കഴിയുമ്പോൾ നമുക്കിതിൽ ഒരു കഥാപാത്രങ്ങളോടും ദേഷ്യം തോന്നത്തില്ല. കൈകേയിയോടില്ല, മന്ദരയോടില്ല. ഉണ്ടോ? കൈകേയിയോട് തോന്നത്തില്ല. കാരണം കൈകേയി കാരണമല്ല, മന്ദരയാണ്. മന്ദരയ്ക്ക് കാരണം ആരാ? വാണിദേവിയാണ്. നാവിൽ കയറി കളിച്ചാണ്. അവർക്ക് കാരണം ദേവന്മാരാണ്. ശരിക്കും പറഞ്ഞാൽ ദേവന്മാരാണ് ഇതിനെ മൂല കാരണം ഒരുക്കുന്നത്. അപ്പോൾ ഇതിലെ കഥാപാത്രങ്ങളൊന്നും നമുക്ക് ദേഷ്യം ഉണ്ടാവത്തില്ല. നമുക്ക് അവിടെ തമ്മിൽ ദേഷ്യം ഉണ്ടാവുന്നു. ഒടുവിൽ എല്ലാവരോടും ഒരു സിമ്പതി തോന്നും. അത് തന്നെ. നമ്മൾ എങ്ങനെ ജീവിക്കണം അത് പറഞ്ഞു തരാനാണ് ഇതിഹാസകാരനും പുരാണകർത്താക്കളും ഒക്കെ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ അത് എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം നല്ലൊരു
സയാനം എനിക്ക് തന്നു സന്തോഷത്തോടെ. രാധാകൃഷ്ണന്റെ വോയിസ് ഓഫ് കുറ്റൂറിന് ഒരുപാട് സ്നേഹം, സന്തോഷം. വോയിസ് ഓഫ് കുറ്റൂരിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തിരികെ എത്താം. This is Radhakrishnan Couture signing off from Voice of Couture, bridging heritage and headlines. Thank you.